ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പാവക്ക കാണുമ്പോഴത്തേക്കും തന്നെ കയ്പ്പ് കാരണമായിരിക്കും കഴിക്കാനായിട്ട് തോന്നില്ല. എന്നാൽ ഒട്ടും കയ്പില്ലാതെ നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെ പാവക്ക ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സദ്യയിലത്തെ ഒരു മെയിൻ വിഭവം തന്നെയാണ് ഈ ഒരു പാവക്ക ഫ്രൈ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ താരമായിട്ടുള്ള പാവയ്ക്കാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഈ കാണുന്ന ആ ഒരു വലുപ്പത്തിലുള്ള ഒരൊറ്റ പാവയ്ക്കാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നടുക്കുന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് തന്നെ നീളത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് നമ്മൾ നടുക്കുന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പാവക്ക ഫ്രൈ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഒരു റിങ്ങിൻ്റെ ഷേപ്പിലല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്, ഇതേപോലെ ഒരു ആർക്കിൻ്റെ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ തിക്നെസ് എത്രയാണെന്നുള്ളതും കൂടെ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് പാവക്ക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പാവക്ക എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാവക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും തിക്നെസ് എടുക്കുന്നതെന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇത്രയും പാവയ്ക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒരൊറ്റ പാവയ്ക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത്രയും കിട്ടിയേക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പാവയ്ക്ക് ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിലൊന്ന് തിരുമ്മിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി കുറച്ചും കൂടെ വേണമെന്നുള്ളത് തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പാവക്ക ഫ്രൈ നല്ല ക്രിസ്പിയും അതേപോലെ തന്നെ കയ്പില്ലാണ്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേ പാത്രത്തിൻ്റെ അടിയിലായിട്ട് കണ്ടില്ലേ വെള്ളം ഊറി വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീരുണ്ടല്ലോ, നീര് നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ഓരോ പിടി എടുത്തിട്ട് നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിഴിയുമ്പോഴത്തേക്ക് അതിലത്തെ നീരെല്ലാനും മാറിക്കിട്ടും. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്കയുടെ കയ്പ്പ് മാറിക്കിട്ടും, അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണേ. റിങ് ഷേപ്പിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷേപ്പ് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. നമ്മൾ പിഴിഞ്ഞ് മാറ്റിയപ്പോഴത്തേക്ക് ഏകദേശം ഇത്രയും നേര് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് ആ പാവയ്ക്ക എല്ലാം തന്നെ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരൊറ്റ പാവയ്ക്കായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരൊറ്റ ബാച്ച് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പാവക്ക കയ്പായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇനി മുതിർന്നവർക്കും ഉൾപ്പെടെ കഴിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്തൊരു പച്ചക്കറിയാണ്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കും. അതായത് കുട്ടികൾ പോലും ആസ്വദിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുത്ത പാവക്ക പതിയൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 90% നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ എണ്ണയിൽ നിന്ന് ഈ പാവയ്ക്ക എല്ലാം തന്നെ എടുത്ത് മാറ്റാം കേട്ടോ. അപ്പം ഞാനിതെല്ലാവരും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുവാണ്. 90% മാത്രം ഫ്രൈ ആയാൽ മതി, ബാക്കി പുറത്ത് വെക്കുമ്പോഴത്തേക്കും ആയിക്കോളൂ കേട്ടോ. ഇനി നമ്മൾ തേങ്ങയുടെ കൊത്തും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. വളരെ നേരിയതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങയുടെ പീസുകളാണ് കേട്ടോ. അപ്പം അതും നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതും എണ്ണയിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ക്രിസ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാവയ്ക്കയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഫ്രൈ ചെയ്യണ കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാവക്ക ഫ്രൈ ഒന്ന് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90% ഫ്രൈ ആയപ്പോഴത്തേക്കും നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി. ഇപ്പോൾ നമുക്ക് പുറത്ത് വെച്ചപ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ആ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേപ്പിലയും പച്ചമുളകും കൂടെ ഫ്രൈ ചെയ്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രിസ്പി പാവക്ക ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുകയാണ്, എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്പിയുമാണ്, അതേപോലെ തന്നെ ഒരു തരി കയ്പും ഇല്ലാത്തതാണ് കേട്ടോ. ഇതേപോലെ തന്നെ വേണം പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്, എന്നാലേ കയ്പില്ലാത്ത ക്രിസ്പി പാവക്ക ഫ്രൈ കിട്ടുള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും തരാനായിട്ട് മറക്കില്ല കേട്ടോ. കൂടാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.